ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്നാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ട് കൊത്തു പൊറാട്ടയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വീട്ടിൽ ബാക്കി വന്ന പൊറാട്ട അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മസാല, കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 4 പൊറാട്ടയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ചെറിയ പീസായി കിട്ടും. എന്നിട്ട് ആ ചെറിയ പീസായത് വേറെ പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ടിപ്പോൾ ഈ കൊത്തു പൊറാട്ട ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓണിയൻസ്, ടൊമാറ്റോ, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, അതേപോലെ മല്ലിയില, പിന്നെ 3 മുട്ട. ഇത് നമ്മൾ എഗ് കൊത്തു പൊറാട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കനൊന്നും വേണ്ട, എഗ്ഗാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊത്തു പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടൊരു ബൗൾ എടുത്തതിന് ശേഷം നമ്മൾ മുട്ടയില്ലേ, ആ മുട്ട എടുത്തിട്ട് ആ ബൗളിലോട്ടേക്ക് 3 പൊട്ടിച്ചിടാം. 3 മുട്ടയുണ്ട് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ആ 3 സെപ്പറേറ്റ് ചെയ്യുന്നില്ല, ഒന്നിച്ച് തന്നെ ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു പാന് ചൂടാക്കിയതിന് ശേഷം അതിലോട്ടേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ ഓണിയൻസ് ആദ്യം ഇട്ട് കൊടുക്കുക. പയ്യെ ഓരോരോ ഇട്ട് കൊടുക്കുക. ഓണിയൻസ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കളർ എന്താ, ഒരു ബ്രൗൺ അല്ല, ഒരു യെല്ലോ കളറായി വരുമ്പോൾ, അതായത് നല്ലൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് എന്താ പറയുക, മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻസിൽ വെച്ചിട്ടുള്ള ഇഞ്ചി അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ടൊമാറ്റോ ഇടാൻ പറഞ്ഞ അതിൻ്റെ ക്ലിപ്പില്ല, വന്നതാണ്. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൊത്തു പൊറാട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല 1 ടീസ്പൂണാണ് നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്ത് ലാസ്റ്റ്. എന്നിട്ട് നല്ലതുപോലെ പൗഡർ ഇടാണ്ട് എന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് അതിലോട്ടേക്ക് നേരത്തെ ബൗളിലോട്ടേക്ക് വെച്ചിട്ടുള്ള കൊടുക്കണം. അതിലോട്ടേക്ക് ഇട്ടിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. ഇവിടെ ഞാൻ വെച്ചിട്ട് കൈ ഒഴുക്കിയിട്ട് എല്ലാം പോയതാണ്. ഇനി ഞാൻ ഒഴിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം, കുറേശ്ശെ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെറിയ കട്ടാക്കി വെച്ചിട്ടുള്ള പൊറാട്ട അതിലോട്ടേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലോട്ടേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെപ്പർ പൗഡറും അതിലോട്ടേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെപ്പർ പൗഡറൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഒരു ഐറ്റം കൂടെ ഇടുന്നുണ്ട്, അതൊന്നുമല്ല, മല്ലിയിലയാണ്. ഇതും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ടേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊരു പ്ലേറ്റ് എടുത്തതിന് ശേഷം ആവശ്യത്തിന് ഓരോ പ്ലേറ്റിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പൊറോട്ട. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ അനിയൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കറികൾ അങ്ങനത്തെ ഒന്നും വേണ്ട, നോർമൽ കഴിച്ചാൽ മതി. അപ്പം ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.